അദ്ധ്യായം 53 അൻ-നജ്ം. മക്കയിൽ അവതരിച്ചത്. ഒന്നാമത്തെ സൂക്തത്തിൽ നക്ഷത്രത്തെക്കുറിച്ച് പരാമർശിച്ചതുകൊണ്ടാണ് ഈ അദ്ധ്യായത്തിന് ഈ പേര് വന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൽ പതിവ് പോലെ കഅബാലയത്തിന് സമീപത്ത് റസൂലുള്ളാഹി ഉച്ചത്തിൽ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുകയുണ്ടായി. ആ നമസ്കാരത്തിന് അവിടെയുള്ള ഖുറൈശികളെല്ലാം സാക്ഷിയായിരുന്നു. ആ നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലെ 53-ാമത്തെ അധ്യായം സൂറത്തു നജ്മായിരുന്നു പാരായണം ചെയ്തത്. സൂറത്തു നജ്മ് മക്കൻ സൂറത്തുകളിൽ അതിശക്തമായിട്ടുള്ള ആശയ ഗാംഭീര്യമുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സൂറത്താണ് സൂറത്തു നജ്മ്. അതിശക്തമായിട്ടുള്ള ആശയം. ആ സൂറത്ത് നജ്മ് നിങ്ങളൊന്ന് ആ സൂറത്ത് നജ്മിന്റെ ആശയ ഗാംഭീര്യം മനസ്സിലാക്കുന്ന സന്ദർഭത്തിലെ ഈ ഒരു സംഭവം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആ സൂറത്ത് നജ്മിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മളൊന്ന് ഓടിച്ചു പോവാൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നജ്മി ഇദാ ഹവാ. നക്ഷത്രം അസ്തമിക്കുമ്പോൾ അതിനെ തന്നെയാണ് സത്യം. നക്ഷത്രങ്ങൾ നക്ഷത്രത്തിന്റെ അസ്തമനം പിടിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തുകൊണ്ടാണ് സൂറത്ത് ആരംഭിക്കുന്നത്. നിങ്ങളുടെ കൂട്ടുകാരൻ വഴിതെറ്റിയിട്ടില്ല, ദുർമാർഗിയായിട്ടുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളുടെ കൂട്ടുകാരൻ, നിങ്ങൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം വഴിപിടച്ചിട്ടില്ല, അദ്ദേഹത്തിന് വഴി തെറ്റിയിട്ടില്ല. അതാണ് അവർ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സംസാരിക്കുന്നത് തന്നിഷ്ടപ്രകാരല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അദ്ദേഹത്തിന് ദിവ്യ സന്ദേശമായിട്ട് നൽകപ്പെട്ട ബോധനാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം നിങ്ങൾ പറയുന്നത് പോലെ വഴിപടച്ചിട്ടില്ല, മറിച്ച് അദ്ദേഹം വല്ലതും സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചനാഥനായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങളെ ആ താക്കീത് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സന്ദേശവാഹകനായിട്ടുള്ള ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ചും ആ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയെ റസൂലുള്ളാഹി കണ്ടുമുട്ടിയതിനെ സംബന്ധിച്ചെല്ലാം പിന്നീട് ആ ഭാഗത്ത് പറയുന്നത്, ശക്തിമത്തായ കഴിവുള്ളവൻ അഥവാ ജിബ്രീൽ എന്ന മലക്കാണ് അദ്ദേഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. കരുത്തുള്ള ഒരു വ്യക്തി. അങ്ങനെ അദ്ദേഹം സാക്ഷാൽ രൂപത്തിൽ നിലകൊണ്ടു. അദ്ദേഹമാകട്ടെ അത്യുന്നതമായ മണ്ഡലത്തിലായിരുന്നു. പിന്നെ അദ്ദേഹം അടുത്തുവന്നു, അങ്ങനെ കൂടുതൽ അടുത്തു. അങ്ങനെ അദ്ദേഹം 2 വില്ലുകളുടെ അകലത്തിലോ അതിനേക്കാൾ അടുത്തോ ആയിരുന്നു. അപ്പോൾ അല്ലാഹു തന്റെ ദാസന് അവൻ ബോധനം നൽകിയതെല്ലാം ബോധനം നൽകി. അദ്ദേഹം കണ്ട ആ കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം നിഷേധിച്ചിട്ടില്ല. എന്നിരിക്കെ അദ്ദേഹം നേരിൽ കാണുന്നതിന്റെ പേരിൽ നിങ്ങൾ അദ്ദേഹത്തോട് തർക്കിക്കുകയാണോ? മറ്റൊരു ഇറക്കത്തിലും അദ്ദേഹം മലക്കിനെ കണ്ടിട്ടുണ്ട്. അറ്റത്തെ ഇലന്ത മരത്തിനടുത്തു വെച്ച്. അതിനടുത്താകുന്നു താമസിക്കാനുള്ള സ്വർഗം. ആ ഇലന്ത മരത്തെ ആവരണം ചെയ്യുന്നതൊക്കെ അതിനെ ആവരണം ചെയ്തിരുന്നപ്പോൾ നബിയുടെ ദൃഷ്ടി തെറ്റിപ്പോയിട്ടില്ല, അതിക്രമിച്ചു പോയിട്ടുമില്ല. തീർച്ചയായും തന്റെ രക്ഷിതാവിന്റെ അതിമഹത്തായ ദൃഷ്ടാന്തങ്ങളിൽ ചിലത് അദ്ദേഹം കാണുകയുണ്ടായി. നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തയെ സംബന്ധിച്ചും ഉസ്സയെ സംബന്ധിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ മൂന്നാമതായിട്ട് ആരാധിക്കുന്ന മനാത്തിനെ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധ്യരായിട്ട് അവിടെ ഉണ്ടായിരുന്ന മക്കയിലുണ്ടായിരുന്ന ഖുറൈശികളായിട്ടുള്ള അല്ലെങ്കിൽ അവിശ്വാസികളായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച പ്രധാനപ്പെട്ട 3 വിഗ്രഹങ്ങളാണ്.
അതിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ചിന്തിപ്പിക്കുകയാണ്. അപ്പൊ ലാത്ത് എന്നുള്ള നേരത്തെ ഞാൻ അവരുടെ വിശ്വാസവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ച സന്ദർഭത്തിൽ ഇതെല്ലാം സൂചിപ്പിച്ചതാണ്. ലാത്ത് എന്നുള്ളത് ഒരു പുണ്യപുരുഷനായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ മീതെ നിർമ്മിക്കപ്പെട്ട സഖീഫ് ഗോത്രക്കാരുടെ വിഗ്രഹം അതായിരുന്നു ലാത്ത്. അതേപോലെ തന്നെ ഉസ്സ എന്നുള്ളത് മറ്റൊരു വിഗ്രഹം. ചില തഫ്സീറുകളിൽ അതൊരു പുണ്യവൃക്ഷമായിരുന്നു എന്നെല്ലാം കാണാൻ സാധിക്കും. നമുക്കറിയാം ഉഹുദ് യുദ്ധത്തിന് ശേഷം ഉഹുദ് യുദ്ധാനന്തരം ഖുറൈശികളുടെ നേതാവായിരുന്ന അബൂ സുഫിയാൻ അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആ യുദ്ധാനന്തരം അദ്ദേഹം ഉറക്കെ ലനൽ ഉസ്സ വലാ ഉസ്സലക്കും, ഞങ്ങൾക്ക് ഉസ്സയുണ്ട്, ഞങ്ങളുടെ സംരക്ഷകനായിട്ട് ഉസ്സയുണ്ട്, നിങ്ങൾക്ക് യാതൊരു സംരക്ഷകനില്ലെന്നെല്ലാം വിളിച്ചു പറയുന്നതെല്ലാം നമുക്ക് ആ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിഗ്രഹമായിരുന്നു ഉസ്സ. അതേപോലെ തന്നെ മൂന്നാമതായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിച്ച മനാത്ത്, ഹുസാ ഗോത്രക്കാരുടെ പ്രധാനപ്പെട്ട വിഗ്രഹം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ അവര് ആരാധ്യരായിട്ട് സ്വീകരിച്ച അത്തരം വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചിന്തിക്കാൻ പറയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, നിങ്ങൾക്ക് ആൺമക്കളും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പെൺമക്കളെയും നിങ്ങൾ സങ്കല്പിക്കുകയാണോ? അതായത് നമുക്കറിയാം ജാഹിലിയ കാലഘട്ടത്തിൽ പെൺകുട്ടികൾ അപമാനമായിട്ട് കരുതിയ ജനവിഭാഗമാണ് അവർ. ജീവനോടെ തന്നെ പെൺകുട്ടികൾ അവർ കുഴിച്ചുമൂടി അത്രയും അപമാനകരമായിട്ട് അവർ കണ്ടിരുന്ന ആ പെൺമക്കളെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മീതെ നിസ്സാരമായിട്ട് അവർ ആരോപിക്കാൻ അതിന് യാതൊരു പ്രയാസം അവർക്ക് തോന്നുന്നില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അവർ നൽകിയ സ്ഥാനം എന്താണ്? അത് മാത്രമല്ല, മലക്കുകളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പെൺസന്താനങ്ങളാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇതേ സൂറത്ത് നജ്മിന്റെ 27-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറതി ലാ യുസമ്മൂനൽ മലായികത തസ്മിയത്തൽ ഉൻസ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് മലക്കുകൾക്ക് അവര് സ്ത്രീനാമങ്ങൾ നൽകി. അതേപോലെ തന്നെ സൂറത്ത് സുഖ്റുഫിന്റെ 19-ാമത്തെ വചനത്തിലും വജഅലുൽ മലായികത്തല്ലദീന ഹും ഇബാദുർ റഹ്മാനി ഇനാസ അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്. അതായത് പരമകാരുണ്യകന്റെ ദാസന്മാരായിട്ടുള്ള മലക്കുകൾ അവർ പെൺമക്കളാക്കിയിരിക്കുന്നു എന്നുള്ള. അപ്പൊ അതേ രൂപത്തിൽ അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മീതെ പെൺസന്താനങ്ങൾ അവർ ആരോപിക്കുകയും ചെയ്യാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ് 22-ാമത്തെ ആയത്തിൽ, എന്തൊരു നീതിയില്ലാത്ത വീതം വെക്കലാണിത്. നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മീതെ നിങ്ങൾ നിസ്സാരമായിട്ട് ആരോപിക്കരുത്. ക്രൈസ്തവരുടെ കാര്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു അവരെ പറഞ്ഞ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം അള്ളാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചു, മഅദല്ലാഹ്. അതേ രൂപത്തിൽ അവർ ആരോപിക്കുന്നു. അതേ സന്ദർഭത്തിൽ അവരുടെ പുരോഹിതന്മാർ ആ സന്താനത്തെ സ്വീകരിക്കുന്ന വിവാഹ ജീവിതത്തിൽ നിന്ന് തന്നെ അവർ വിട്ടുനിൽക്കുകയാണ്. അപ്പൊ അവർ പോലും വിട്ടുനിൽക്കുന്ന ആ സന്താനത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മീതെ അവർ നിസ്സാരമായിട്ട് ആരോപിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തിൽക ഇദൻ ഖിസ്മത്തുൻ ദീസ, എന്തൊരു നീതിയില്ലാത്ത വീതം വെക്കലാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരം തുടർന്ന് 23-ാമത്തെ ആയത്തിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, നിങ്ങളും നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പടച്ചുണ്ടാക്കിയ ചില പേരുകളും സങ്കല്പങ്ങളും മാത്രമാണ് നിങ്ങൾ ഈ ആരാധിക്കപ്പെടുന്ന ഈ വിഗ്രഹങ്ങളും അതേപോലെ തന്നെ ദേവതകളെല്ലാം. അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് യാതൊരു പ്രമാണവും നിങ്ങൾക്ക് ഇറക്കിയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾ പൂർവ്വപിതാക്കന്മാരെല്ലാം പടച്ചുണ്ടാക്കിയ ചില തെറ്റായിട്ടുള്ള സങ്കല്പങ്ങൾ മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഊഹത്തെയും മനസ്സിന്റെ ഇച്ഛകളെയും മാത്രമാണ് അവർ പിന്തുടരുന്നത്. അതല്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള സത്യ സന്ദേശത്തെ അല്ല അവർ പിന്തുടരുന്നത്. മറിച്ച് പിശാച് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ദുർബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇതേ രൂപത്തിൽ അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള കൃത്യമായിട്ടുള്ള സന്മാർഗം അവർക്ക് വന്നിട്ടുണ്ട്. സത്യത്തെയും അസത്യത്തെയും വളരെ കൃത്യമായിട്ട് വേർതിരിക്കുന്ന ആ സന്മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കിടയിൽ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ദൂതനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുണ്ട്. അത് സത്യവും അസത്യവും വളരെ കൃത്യമാണ്. എന്നിട്ടും അവർ ആ അസത്യത്തെ അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ല മനുഷ്യന് അവന് മോഹിച്ചതാണോ ലഭിക്കുന്നത്?
والأولى. അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ് ഇഹലോകവും പരലോകവും, ഈ ലോകത്തിന്റെയും അതേപോലെ തന്നെ മരണാനന്തര ജീവിതത്തിന്റെയും സമ്പൂർണ്ണമായിട്ടുള്ള ഉടമസ്ഥാവകാശം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ്. അതെല്ലാമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടവര് ഇതേ രൂപത്തിലുള്ള നിർജ്ജീവമായിട്ടുള്ള വസ്തുക്കൾ ആരാധ്യരായിട്ട് സ്വീകരിക്കാൻ. അപ്പൊ അള്ളാഹുവിന് പങ്കുകാര വിഗ്രഹങ്ങളെ സ്വീകരിച്ച ആളുകൾ ആ വിഗ്രഹങ്ങൾ സമ്പൂർണ്ണമായിട്ട് കഴിവുള്ളവരാണെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. മറിച്ച് ആ വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസം സൂറത്ത് യൂനിസിന്റെ 18-ാമത്തെ വചനത്തിൽ ഹഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, അള്ളാന്റെ അടുക്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, അള്ളാഹുവിലേക്ക് അവരെ അടുപ്പിക്കുന്ന മാധ്യമങ്ങളായിട്ടായിരുന്നു അവർ ആ വിഗ്രഹങ്ങളെ സ്വീകരിച്ചത്. അതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിൽ ഗണ്ണിക്കാണ്. 26-ാമത്തെ ആയത്തിൽ ملك في السماوات لا تغني شفاعتهم شيئا إلا من بعد أن يأذن الله لمن يشاء ويرضى. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആകാശത്ത് എത്ര മലക്കുകളാണുള്ളത്. ആകാശത്ത് കോടാനുകോടി മലക്കുകളുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ഉത്കൃഷ്ടരായിട്ടുള്ള സൃഷ്ടികളാണ് ആ മലക്കുകൾ. ആ മലക്കുകൾക്ക് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതിയില്ലാതെ അള്ളാഹിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുമതി നൽകിയതിന് ശേഷം മാത്രമേ ശുപാർശക്കുള്ള അനുമതിയുള്ളൂ. അത് മലക്കുകളാണെങ്കിൽ പോലും അങ്ങനെയാണെങ്കിൽ പിന്നെയാണ് നിർജ്ജീവമായിട്ട് ജീവനില്ലാത്ത ആ വിഗ്രഹങ്ങൾ ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ ചിന്തിപ്പിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നല്ലദീന ലാ യുഅ്മിനൂന ബിൽആഖിറതി ലയുസമ്മൂനൽ മലായികത തസ്മിയതൽ ഉൻസാ. തീർച്ചയായും പരലോകത്തിൽ വിശ്വസിക്കാത്തവർ മലക്കുകൾക്ക് പേരിടുന്നത് സ്ത്രീനാമങ്ങളാകുന്നു. വമാ ലഹും ബിഹി മിൻ ഇൽം وما لهم به من علم إن يتبعون إلا الظن وإن الظن لا يغني من الحق شيئا. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, അവർക്ക് അതിനെ സംബന്ധിച്ച് യാതൊരു അറിവുമില്ല. ഈ പറയുന്നതിനെ സംബന്ധിച്ചൊന്നും യാതൊരു പ്രമാണം അവർക്കില്ല. അതെല്ലാം കേവലം അവരുടെ ഇച്ഛക്ക് അല്ലെങ്കിൽ പിശാചിന്റെ ദുർബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കേവലം ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. തീർച്ചയായിട്ടും ഊഹമൊരിക്കലും സത്യത്തിന് പകരാവില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. فأعرض عمن تولى عن ذكرنا ولم يرد إلا الحياة الدنيا. ആകയാൽ നമ്മുടെ സ്മരണ വിട്ടുതിരിഞ്ഞുകളയുകയും ഐഹിക ജീവിതം മാത്രം ലക്ഷ്യമാക്കുകയും ചെയ്തവരിൽ നിന്ന് നീ തിരിഞ്ഞുകളയുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആധിപത്യത്തെ സംബന്ധിച്ച്, അതായത് ആരാണ് യഥാർത്ഥത്തിലുള്ള സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്, ആരാണ് വഴിപിടിച്ചത്, അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. ذلك مبلغهم من العلم إن ربك هو أعلم بمن ضل عن سبيله وهو أعلم بمن اهتدى. ആരാണ് സത്യത്തിലുള്ളത്, ആരാണ് വടിപിടിച്ചവൻ, അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. ولله ما في السماوات وما في الأرض ليجزي الذين أساءوا بما عملوا ويجزي الذين أحسنوا بالحسنى. ആകാശഭൂമികളിലുള്ളതെല്ലാം അതിന്റെ സർവ്വതിന്റെയും ഉടമസ്ഥാവകാശം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നന്മ പ്രവർത്തിച്ച ആളുകൾക്ക് കൃത്യമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും. അതേപോലെ തന്നെ തിന്മ പ്രവർത്തിച്ച ആളുകൾക്ക് അതിനുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും എന്നുള്ള. الذين يجتنبون كبائر الإثم والفواحش إلا اللمم. വലിയ പാപങ്ങളും വൃത്തികേടുകളും അനാവശ്യങ്ങൾ ഫവാഹിഷായിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം വെടിയുന്ന ആളുകൾക്ക്, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അവരെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. വലിയ പാപങ്ങൾ അതേപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആരെങ്കിലും അത്തരത്തിൽ പ്രവർത്തിച്ചു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമായിട്ട് പാപമോചനം നൽകുന്നവരാണ്.
ആരെങ്കിലും ഇതേ രൂപത്തിലുള്ള പാപങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പാപമോചനത്തിന്റെ കവാടങ്ങൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ ഹുവ അഅലമു ബികും ഇദ് അൻശഅകും മിനൽ അർദി വഇദ് അൻതും അജിന്നത്തുൻ ഫീ ബുതൂനി ഉമ്മഹാതികും ഫലാ തുസക്കൂ അൻഫുസകും ഹുവ അഅലമു ബിമനിത്തഖാ. അതായത് വലിയ പാപങ്ങളിൽ നിന്നും നിസ്സാരമായതൊഴിച്ചുള്ള നീചവൃത്തികളിൽ നിന്നും വിട്ടകന്നു നിൽക്കുന്നവർക്ക് തീർച്ചയായും നിന്റെ രക്ഷിതാവ് വിശാലമായി പാപമോചനം നൽകുന്നവനാകുന്നു. നിങ്ങളെ ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയ സന്ദർഭത്തിലും നിങ്ങൾ നിങ്ങളുടെ ഉമ്മമാരുടെ വയറുകളിൽ ഗർഭസ്ഥ ശിശുക്കളായിരിക്കുന്ന സന്ദർഭത്തിലും അവനാകുന്നു നിങ്ങളെപ്പറ്റി കൂടുതൽ അറിവുള്ളവൻ. അതിനാൽ നിങ്ങൾ ആത്മപ്രശംസ നടത്താതിരിക്കുക. അവനാകുന്നു സൂക്ഷ്മത പാലിച്ചവരെപ്പറ്റി നന്നായി അറിയുന്നവൻ. أفرأيت الذي تولى وأعطى قليلا وأكدى. എന്നാൽ പിന്മാറിക്കളഞ്ഞ ഒരുത്തനെ നീ കണ്ടുവോ? അല്പമൊക്കെ അവൻ ദാനം നൽകുകയും എന്നിട്ട് അത് നിർത്തിക്കളയുകയും ചെയ്തു. أعنده علم الغيب فهو يرى. അവന്റെ അടുക്കൽ അദൃശ്യജ്ഞാനമുണ്ടായിട്ട് അത് മുഖേന അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണോ? മനോഹരാണ്. നിങ്ങളെ ഭൂമിയിൽ നിന്നും സൃഷ്ടിച്ചുണ്ടാക്കിയ സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിവുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇത് അൻതും അജിന്നത്തൻ ഫീ ബുതൂനി ഉമ്മഹാതിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ മാതാവിന്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണമായതു മുതൽ നിങ്ങളെപ്പറ്റി കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിവുണ്ട് എന്നുള്ള. നിങ്ങളെ ഭൂമിയിൽ നമുക്കൊരു ആദ്യമായിട്ട് ഭൂമിയിൽ നിന്നാണ്, ആ മണ്ണിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അത് ആ സന്ദർഭത്തിലും അതിനുശേഷം നമുക്കറിയാം മനുഷ്യര് അവർ ഗർഭാവസ്ഥയിൽ നമുക്ക് പോലും അതിനെ സംബന്ധിച്ച് ഓർമ്മയില്ല. നമ്മുടെ മാതാവിന്റെ ആ ഗർഭപാത്രത്തിൽ നമ്മൾ പിന്നിട്ട സ്റ്റേജുകളെ സംബന്ധിച്ചൊന്നും നമുക്ക് ഓർമ്മയില്ല. പക്ഷെ നമുക്ക് പോലും ഓർമ്മയില്ലാത്ത ആ കാലം മുതൽ നമ്മളെ കൃത്യമായിട്ട് അറിയാവുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് അൻതും അജിന്നത്തും ഫീ ബുതൂനി ഉമ്മഹാതിക്കും. നിങ്ങളുടെ മാതാവിന്റെ ആ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഭ്രൂണാവസ്ഥ മുതൽ അത് മുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളെ കൃത്യമായിട്ട് അറിയാം. മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നിങ്ങളുടെ കണ്ഠനാടിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ അടുത്തുണ്ട് എന്നുള്ള. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മളെക്കാൾ അറിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഫലാ തുസക്കു അൻഫുസക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ സ്വയം പരിശുദ്ധി നടിക്കാതിരിക്കുക. ഞാൻ വലിയ സംഭവമാണ്, ഞാൻ മറ്റുള്ളവനേക്കാളെല്ലാം മികച്ചവനാണ്, അതേ രൂപത്തിലൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോകേണ്ടതില്ല. കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെക്കാൾ എനിക്കറിയാം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുവ അഅലമു ബിമനിത്തഖ. നിങ്ങളിൽ സൂക്ഷ്മത പാലിക്കുന്നവർ ആരാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. അത് നിങ്ങൾ കാണിക്കേണ്ടതില്ല. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 36-ാമത്തെ ആയത്തിൽ പൂർവകാല വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാരെ സംബന്ധിച്ച് ആ ഒരു വിഷയത്തിലേക്ക് മാറുകയാണ്. أم لم ينبأ بما في صحف موسى وإبراهيم الذي وفى. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കെല്ലാം നൽകപ്പെട്ട ആ വേദഗ്രന്ഥങ്ങളിലുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് നൽകപ്പെട്ടില്ല. നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ മുഹൈമിൻ, എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിച്ചു. അപ്പൊ മുൻകാല പ്രവാചകന്മാരായിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കും ഇബ്രാഹിം നബി, അത് മറ്റൊരു സൂറത്തുൽ അലയിലും സുഹ്ഫി ഇബ്രാഹിം വ മൂസ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, മുൻകാലത്ത് നൽകപ്പെട്ട പ്രധാനപ്പെട്ട രണ്ട് വേദഗ്രന്ഥങ്ങൾ, ആ വേദഗ്രന്ഥങ്ങളിലെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ നിങ്ങൾക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം അടുത്ത ആയത്ത്, ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. അത് അവർക്ക് നൽകപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അത് ഞാൻ മുൻകാലത്തും നൽകപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഒരു തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ആ തിന്മയുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവന് മാത്രമായിരിക്കും മരണാനന്തര ജീവിതത്തിൽ. ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ശേഷം പറയാണ്, മനുഷ്യൻ അവന് പ്രവർത്തിച്ചതിന്റെ പ്രതിഫലം, അല്ലെങ്കിൽ അവൻ പ്രയത്നിച്ചതിന്റെ പ്രതിഫലം മാത്രമേ അവിടെ ലഭിക്കൂ എന്നുള്ള മനോഹരാണ്. നമുക്കറിയാം ഈ ലോകത്ത് പ്രയത്നത്തിന് വലിയ വിലയില്ല. ഈ ലോകത്ത്
റിസൾട്ടിലേക്കാണ് ആളുകൾ നോക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ എന്ത് പ്രയത്നിച്ചോ ആ പ്രയത്നിച്ചതിന്റെ പ്രതിഫലം കൃത്യമായിട്ട് മരണാനന്തര ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകപ്പെടും. അതായത് പാപഭാരം വഹിക്കുന്ന ഒരാളും മറ്റൊരാളുടെ പാപഭാരം വഹിക്കുകയില്ലെന്നും وليس للإنسان إلا ما سعى മനുഷ്യന് താൻ പ്രയത്നിച്ചതല്ലാതെ മറ്റൊന്നുമില്ല എന്നും وأن سعيه سوف يرى അവന്റെ പ്രയത്ന ഫലം തീർച്ചയായിട്ടും വഴിയെ കാണിക്കപ്പെടും. മരണാന്തര ജീവിതത്തിൽ അതിന് പ്രതിഫലം നൽകപ്പെടും. ثم يجزاه الجزاء الأوفى അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, പിന്നീട് സമ്പൂർണമായിട്ട് അതിന് കൃത്യമായിട്ട് പ്രതിഫലം അവിടെ വെച്ചുകൊണ്ട് നൽകപ്പെടും എന്നുള്ള. ഈ ലോകത്ത് ഒരിക്കലും അത് ലഭിക്കുന്നില്ല. وأن إلى ربك المنتهى അല്ലാഹു സുബ്ഹാനഹു വ തആല മനോഹരാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എല്ലാം ചെന്നവസാനിക്കുന്നത് നിന്റെ രക്ഷിതാവിലേക്കാണ്. എല്ലാത്തിന്റെയും പര്യവസാനം, ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കാണ്. വഅന്ന ഇലാ റബ്ബിക്കൽ മുൻതഹ وأنه هو أضحك وأبكى ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആ റബ്ബാണ് നിങ്ങളെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നവൻ. وأنه هو أمات وأحيا നിങ്ങളെ ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനും അല്ലാഹു സുബ്ഹാനഹു വ തആല. നമുക്കറിയാം നമ്മുടെ ജീവിത മരണങ്ങൾ അത് ഒരാളുടെയും നിയന്ത്രണത്തിലല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതെല്ലാം നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. നിങ്ങളുടെ സുഖദുഃഖങ്ങളും അതേപോലെ തന്നെ ജീവിത മരണങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നവൻ ഞാനാണ്. وأنه خلق الزوجين الذكر والأنثى അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഞാനാണ് എല്ലാത്തിൽ നിന്നും ഇണകളെ സൃഷ്ടിച്ചവൻ. നമ്മൾ മനുഷ്യർക്കിടയിൽ ആണ് പെണ്ണ്, അതേപോലെ തന്നെ നമുക്കറിയാം സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹ, സൂറത്ത് യാസീൻ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിൽ നിന്നും ഇണകളെ ആയിട്ട് എല്ലാം സൃഷ്ടിച്ചതും ആ സൃഷ്ടാവായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അവനാണ് ജീവിത മരണങ്ങളെയെല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. من نطفة إذا تمنى അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നിസ്സാരമായിട്ടുള്ള ആ ബീജത്തിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചത്. ആ നിസ്സാരമായിട്ടുള്ള ബീജം അത് നിരവധി ഘട്ടങ്ങളിലൂടെ, ആ സ്റ്റേജുകളിലൂടെ, നേരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭ്രൂണത്തെ സംബന്ധിച്ച് അജിന്നത്തും ഫീ ബുത്തൂനി ഉമ്മഹാത്തിക്കും, അതേ രൂപത്തിലുള്ള വ്യത്യസ്ത ഭ്രൂണാവസ്ഥകൾ അല്ലെങ്കിൽ നിരവധി ഘട്ടങ്ങളിലൂടെ നിങ്ങളെ സൃഷ്ടിച്ച് ആ ബീജത്തിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ച് നിങ്ങളെ ഇണകളാക്കി മാറ്റിയതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതിനുശേഷം وأن عليه النشأة الأخرى അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതുകൊണ്ട് തന്നെ രണ്ടാമത് പുനർജീവിപ്പിക്കുക എന്നുള്ളത് അവന്റെ ചുമതലയാണ്. മനോഹരാണ്. കാരണം എന്താന്ന് വെച്ചാൽ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, എന്റെ സ്വയം ബാധ്യതയാണ് നിങ്ങൾ ആദ്യം ഏത് രൂപത്തിലാണോ സൃഷ്ടിച്ചത് അതേ രൂപത്തിൽ നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹിന്റെ ബാധ്യതയാണ്. കാരണം എന്താന്ന് വെച്ചാൽ, പലപ്പോഴും നമുക്കറിയാം പല ആളുകളും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനും കാരുണ്യവാനാണെന്നെല്ലാം റഹ്മാനും റഹീമാണെന്നെല്ലാം നിങ്ങൾ പറയുന്നുണ്ട്, പക്ഷേ ഈ ലോകത്ത് നിരവധി അനീതികൾ നമ്മൾ കാണുന്നുണ്ട്, നിരവധി ഇംബാലൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണെങ്കിൽ എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു? ഭൗതികവാദികൾ നിരന്തരം ചോദിക്കാറുള്ള ചോദ്യമാണ്. അതായത് ഇക്വേഷൻ ബാലൻസ് അല്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ ഇക്വേഷൻ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാൻ മരണാനന്തര ജീവിതം അനിവാര്യമാണ്. അതുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീതിമാനും അല്ലെങ്കിൽ കാരുണ്യവാനാണെന്ന് കൃത്യമായിട്ട് 100% അത് ആ നീതിയും കാരുണ്യവും സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വയം അവന്റെ ചുമതലയായിട്ട് ഏറ്റെടുത്തതാണ് നിങ്ങളെ പുനർജീവിപ്പിക്കുക എന്നുള്ളത്. അത് അവന്റെ കാരുണ്യത്തിന്റെയും അതേപോലെ തന്നെ നീതിയുടെ എല്ലാം ഭാഗമാണ്. വഅന്ന അലൈഹി നശ്അത്തൽ ഉഖറ. സുബ്ഹാനല്ലാഹ്. അടുത്ത ആയത്ത്, وأنه هو أغنى وأقنى അവനാണ് ഐശ്വര്യവും സംതൃപ്തിയും നൽകുന്നത്. അതായത് ദാരിദ്ര്യവും സമ്പത്തെല്ലാം അവനാണ് നൽകുന്നത്. വഅന്നഹു ഹുവ അഗ്ന വ അഖ്ന. നമുക്കറിയാം ഈ ലോകത്ത് നിരവധി ആളുകൾ അവര് സമ്പന്നരായിട്ട് ജനിക്കുന്നു, സമ്പത്തിൽ മുഴുകി അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതേ സന്ദർഭത്തിൽ നിരവധി ആളുകൾ അവർ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരാൻ. അപ്പൊ സമ്പത്തും അതിന്റെ ഒന്നും മാനദണ്ഡം നമ്മുടെ കയ്യിലല്ല. എന്തുകൊണ്ട് ഇന്നയാള് സമ്പന്നനായിട്ട് ജനിച്ചു, എന്തുകൊണ്ട് ഇദ്ദേഹം ദരിദ്രൻ, ഇതേ രൂപത്തിലുള്ള ചോദ്യങ്ങളെല്ലാം ഇവിടെ ചോദിക്കാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിന്റെ എല്ലാ നിയന്ത്രണം അവന്റെ പക്കലാണ്. അന്നഹു ഹുവ അഗ്ന വ അഖ്ന. അവനാണ് ഐശ്വര്യവും അതേപോലെ തന്നെ സംതൃപ്തിയെല്ലാം നൽകുന്നത്. അതിനുശേഷം وأنه هو رب الشعرى അവന് തന്നെയാണ് ഷിഅറ നക്ഷത്രത്തിന്റെ, അതായത് സിറിയസ് എന്നാണ് തഫ്സീറുകൾ കാണാൻ സാധിക്കുക, സിറിയസ് നക്ഷത്രത്തിന്റെ അല്ലെങ്കിൽ ത്രിശങ്കു നക്ഷത്രം എന്നെല്ലാം വിളിക്കാറുണ്ട്, അതിന്റെ രക്ഷിതാവും അവനാണ്. സുബ്ഹാനല്ലാഹ്.
ഈ ഒരു സൂറത്ത് നജ്മാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെയും നക്ഷത്രത്തെ സംബന്ധിച്ച് പറയാൻ. പക്ഷെ ശാസ്ത്രീയമായിട്ട് അവർ പറയാറുണ്ട്, ഭൂമിയിൽ നിന്നും നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ നമുക്കറിയാം സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് സിറിയസ്. സൂര്യൻ നമുക്ക് പകല് കാണാൻ, രാത്രിയിൽ ഏറ്റവും കൂടുതൽ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രമാണ് സിറിയസ് നക്ഷത്രം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ അതിന്റെ രക്ഷിതാവും ഞാനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നക്ഷത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ എല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്. മനോഹരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അന്നഹു വ അഗ്ന വ അഖ്ന, അവനാണ് ഐശ്വര്യവും ക്ഷേമവും എല്ലാം നൽകുന്നത്. ഉടനെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ നക്ഷത്രത്തിന്റെയും രക്ഷിതാവ് അവനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പല സന്ദർഭത്തിലും ആ ക്ഷാമങ്ങൾക്കും അതേപോലെ തന്നെ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം നക്ഷത്രങ്ങളും ഗ്രഹങ്ങളാണ്. ഇതെല്ലാം അറബികൾ വിശ്വസിച്ചിരുന്നു. അറബികൾ മാത്രമല്ല, നമുക്കറിയാം മോഡേൺ ഏജിൽ പോലും ജ്യോതിഷത്തിന്റെ എല്ലാം ബേസ് അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങളുടെ സുഖദുഃഖങ്ങളും ഐശ്വര്യവും നിങ്ങളുടെ സംതൃപ്തിയെല്ലാം നിങ്ങൾ കണക്കാക്കുന്നതിൽ ആകാശത്തുള്ള ഗ്രഹങ്ങൾക്കോ നക്ഷത്രങ്ങൾക്കോ യാതൊരു പങ്കുമില്ല. അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടികൾ മാത്രമാണ്. അവന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് അവയെല്ലാം ജീവിക്കുന്നത്. വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർള്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് എല്ലാം സൃഷ്ടിച്ചത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച് അവനോട് മാത്രം നിങ്ങൾ കൈ ഉയർത്തുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഇനി അതിനൊന്നും നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീദിലേക്ക് കടക്കാൻ, ആ സൂറത്ത് അടുത്തായിട്ട് താക്കീദിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കടക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രഥമ സംബോധരായിട്ടുള്ള മക്ക ആളുകളെ, മക്കയിലുണ്ടായിരുന്ന ഖുറൈശികൾ അവരെ ഉണർത്തുകയാണ്. وثمود فما أبقى وقوم نوح من قبل إنهم كانوا هم أظلم وأطغى والمؤتفكة أهوى فغشاها ما غشى. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആദ് സമുദായത്തെയും അതേപോലെ തന്നെ സമൂദ് ഗോത്രത്തെയെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷ അവർക്കെല്ലാം വന്നിട്ടുണ്ട്. ഖൗമു നൂഹിൻ മിൻ ഖബൽ, അതിനു മുമ്പ് നൂഹ് നബിയുടെ ജനതയിലേക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ധിക്കരിച്ചതിന്റെ പേരിൽ അല്ലെങ്കിൽ സത്യത്തിനെതിരെ പുറംതിരിഞ്ഞതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള ശിക്ഷകൾ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അവരെല്ലാം അന്നഹും കാനു അദ്ലമു അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അവരെല്ലാം അതിക്രമികളും ധിക്കാരികളായിരുന്നു. അതേ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ രൂപത്തിലുള്ള ശിക്ഷ വന്നേക്കാം. അള്ളാഹിന്റെ താക്കീതാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ എല്ലാം പറഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ് രക്ഷിതാവിന്റെ അനുഗ്രഹങ്ങൾ എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളാണ്. ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ഞാൻ വിശദീകരിച്ചിരുന്നു. എന്നിട്ടും നിങ്ങൾ എന്തിനാണ് നിഷേധിക്കുന്നത്? നമുക്കറിയാം സൂറത്ത് റഹ്മാനിലും സമാനായിട്ട് ഫബിഅയ്യി ആലാഇ റബ്ബിക്കുമാ തുകദിബാൻ, അതും മക്ക സൂറത്തുകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിരന്തരം അള്ളാഹിന്റെ അനുഗ്രഹത്തിൽ എന്തിനാണ് നിഷേധിക്കുന്നത് ആ ചോദ്യം ആവർത്തിക്കുന്നുണ്ട് അവരോട്. എന്തിനെപ്പറ്റിയാണ് നിങ്ങൾ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളെ ഇതേ രൂപത്തിലുള്ള തർക്കങ്ങളാണ് നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകൾക്കും അതേ രൂപത്തിലുള്ള ശിക്ഷ വന്ന് ഭവിക്കാനുള്ള കാരണം. അപ്പൊ അതുകൊണ്ട് തന്നെ തർക്കിച്ചിരിക്കാതെ നിങ്ങളുടെ കൂട്ടുകാരനായിട്ടുള്ള ആ പ്രവാചകൻ ക്ഷണിക്കുന്ന സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. ആ പ്രവാചകൻ നിങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രവാചകൻ മുൻഗാമികളിലേക്ക് അയക്കപ്പെട്ടവനെ പോലെയുള്ള അല്ലെങ്കിൽ അയക്കപ്പെട്ടവരെ പോലെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല അയക്കപ്പെട്ട ഒരു ദൂതന് മാത്രമാണ്. അത്തരത്തിലുള്ള ഒരു ദൂതനെ ഞാൻ നിങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്ത് 56-ാമത്തെ ആയതിൽ പൂർവികരായിട്ടുള്ള താക്കീതുകാരുടെ കൂട്ടത്തിലെ ഒരു താക്കീതുകാരൻ മാത്രമാണ് ഇപ്പോൾ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ പിൻപറ്റി വിശ്വസിക്കുക. അസിഫത്തിൽ ആസിഫ, സമീപസ്ഥമായിട്ടുള്ള ആ സംഭവം ആസന്നായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അതായത് ഖിയാമത്ത് നാൾ ആസന്നമായി. നിങ്ങൾ വൈകിക്കാതെ ഉടനെ തന്നെ ആ സത്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. അപ്പൊ നമുക്കറിയാം, ഒരു വ്യക്തിയുടെ മരണമാണ് അദ്ദേഹത്തിന്റെ ഖിയാമത്ത് എന്ന് പറയാറുണ്ട്. ആ മരണം ഏത് സന്ദർഭത്തിലും നമ്മളിലേക്ക് കടന്നു വരാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വൈകിക്കാതെ ധൃതിപ്പെട്ട് സത്യത്തിലേക്ക് മുന്നോട്ട് വരിക. ആ ധൃതിയെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനില് ഇദാ വഖഅത്തിൽ വാഖിഅ അല്ലെങ്കിൽ ഇഖ്തറബത്തി സാഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയെല്ലാം ആസന്നമായ അതേ രൂപത്തിൽ ഗൗരവത്തോടു കൂടെ സംസാരിക്കുന്ന സമാനമായിട്ടുള്ള പ്രയോഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ആ സംഭവം ആസന്നമായതുകൊണ്ട് ഉടനെ തന്നെ ആ സത്യത്തിലേക്ക്, ക്ഷണിക്കപ്പെടുന്ന ആ സത്യത്തിലേക്ക് നിങ്ങൾ കയറി വരിക. ലൈസ ലഹാ മിൻ
دون الله كاشفا. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ അതിനെ തട്ടി നീക്കാൻ ഒരാളില്ല. അതായത് നിങ്ങൾക്ക് ഇതെല്ലാം നൽകിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങൾക്കെല്ലാം നൽകുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. നിങ്ങളെ അന്ത്യത്തെ സംബന്ധിച്ചോ ഖിയാമത്തിനെ സംബന്ധിച്ചെല്ലാം സമ്പൂർണമായിട്ടുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണുള്ളത്. അതുകൊണ്ട് അവന് മാത്രം നിങ്ങൾ വഴിപ്പെടുക. أفمن هذا الحديث تعجبون. അപ്പൊ ഈ വാർത്തയെ സംബന്ധിച്ച് നിങ്ങൾ ഇനിയും അത്ഭുതപ്പെടുകയാണ്. അതായത് പരിശുദ്ധ ഖുർആൻ അവർ കേട്ട സന്ദർഭത്തിൽ ആ ഖുർആന് പല രൂപത്തിലും അവർ അത്ഭുതപ്പെടുന്നുണ്ട്. പക്ഷെ അതിനെ സംബന്ധിച്ച് ആഴത്തിൽ ചിന്തിക്കാൻ അവർ ഒരിക്കലും സന്നദ്ധാകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അതിനെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് യാതൊരു എഫക്റ്റും അത് കാരണം വരുന്നില്ല. وتضحكون ولا تبكون. നിങ്ങൾ ചിരിക്കുകയാണോ, നിങ്ങൾ എന്തുകൊണ്ട് കരയുന്നില്ല? ഇത്രയും ഗൗരവമായിട്ടുള്ള ആ താക്കീത് നിരന്തരം നിങ്ങൾ കേട്ടിട്ടും അതിനെ പരിഹസിച്ച് നിങ്ങൾ ചിരിക്കുകയാണോ? എങ്ങനെയാണ് നിങ്ങൾക്കത് സാധിക്കുന്നത്? എന്തുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കരയുന്നില്ല? വതളഹകൂന വലാ തബകൂൻ. وأنتم سامدون. നിങ്ങൾ ഇപ്പോഴും അശ്രദ്ധരായിട്ട് നിങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമിദൂൻ എന്ന് വെച്ചാൽ ഗാഫിലൂൻ, അതേ അർത്ഥാണ്. നിങ്ങൾ ഇതേ രൂപത്തിൽ ഇത്രയും ശക്തമായിട്ടുള്ള പരിശുദ്ധ ഖുർആൻ കേട്ടിട്ടും, നമുക്കറിയാം ഖുർആന്റെ ശക്തിയെ സംബന്ധിച്ച് ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് ഞാൻ അവതരിപ്പിച്ചിരുന്നതെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം കാരണം ആ പർവ്വതം കിടുകിടാ പുറക്ക്, അല്ലെങ്കിൽ ആ പർവ്വതം പൊട്ടിപ്പിളരുമായിരുന്നു. അത്രയേറെ ശക്തമായിട്ടുള്ള ആ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ കേട്ടിട്ടും എന്തുകൊണ്ടാണ് വതളഹകൂന വലാ തബകൂൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ ചിരിക്കുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് കരയാൻ സാധിക്കുന്നില്ല? നിങ്ങൾ ഇപ്പോഴും അശ്രദ്ധരായിട്ട് അൻതും സാമിദൂൻ, അശ്രദ്ധയിൽ മുഴുകിക്കൊണ്ട് നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുകയാണോ? അതിനുശേഷം അവസാനത്തെ ആയത്തിൽ فاسجدوا لله واعبدوا. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങൾ സുജൂദ് ചെയ്യുക. ആ സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയിലൂടെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. അവസാനത്തെ ആയത്ത് തിലാവത്തിന്റെ സുജൂദാണ്. മനോഹരാണ്. ആദ്യത്തിൽ നക്ഷത്രങ്ങളുടെ അസ്തമയം, അതായത് നക്ഷത്രങ്ങളുടെ സുജൂദ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനത്തിൽ അള്ളാഹുവിനേക്ക് സുജൂദ് ചെയ്യാനുള്ള കൽപ്പന അത് നൽകിക്കൊണ്ടാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അതിശക്തമായിട്ടുള്ള സൂറത്ത്, അതിശക്തമായിട്ടുള്ള ആശയവും ഉത്ബോധനമാണ് ആ സൂറത്തിനകത്ത്. അതേപോലെ തന്നെ അതിമനോഹരമായിട്ടൊരു ഫ്ലോ, ഹൃദ്യമായിട്ടുള്ളൊരു താളം സൂറത്തിന് കാണാൻ സാധിക്കും. ആ സൂറത്തിന്റെ ഓരോ ആയത്തിന്റെ അവസാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. എല്ലാം മനോഹരമായിട്ടൊരു താളത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. അവസാനത്തെ 5-6 ആയത്തൊഴികെ എല്ലാം ഒരേ രൂപത്തിലാണ് ആയത്തിന്റെ അവസാനമെല്ലാം. അത്യാകർഷക, ഏറ്റവും നല്ല പരിശുദ്ധ ഖുർആന്റെ മനോഹരമായിട്ട് നിരവധി ഖാരികളുണ്ട്. അവരുടെ ആ സൂറത്ത് അവർ പാരായണം ചെയ്തതൊന്നും നിങ്ങൾ കേട്ടു നോക്കുക, അർത്ഥസഹിതം. അത്രയധികം ശക്തമായിട്ടൊരു സൂറത്താണ് സൂറത്തുൽ നജ്മ്. ഈ സൂറത്ത് അതിന്റെ അർത്ഥം നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ കേട്ട ആളുകളെല്ലാം നിങ്ങൾ തിലാവത്തിന്റെ ആ സുജൂദ് നിങ്ങൾ ഈ പ്രഭാഷണത്തിന് ശേഷം നിർവഹിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ആ ഒരു സുജൂദ് നിങ്ങൾ ചെയ്യുക. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ശക്തമായിട്ടുള്ള സൂറത്ത് മക്കയിൽ വെച്ചുകൊണ്ട് ആ റമദാൻ മാസത്തിൽ പാരായണം ചെയ്തു. അപ്പൊ അതിന്റെ ആ സൂറത്തിന്റെ സ്റ്റൈല്, ആശയം എല്ലാം അതിശക്തമാണ്. നമ്മൾ ചെറിയ രൂപത്തിൽ അത് പരിശോധിച്ചു. അത് പാരായണം ചെയ്ത സന്ദർഭത്തിൽ ആ പാരായണം ചെയ്യുന്ന ആളെയും അതേപോലെ തന്നെ കേൾക്കുന്ന ആളെ എല്ലാം അത്യധികം ആ സൂറത്ത് സ്വാധീനിക്കും എന്നുള്ള. നേരത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖിറാഅത്ത് കൂടെയാണ്. നേരത്തെ നമുക്കറിയാം റസൂലുള്ളാഹിന്റെ ആ പാരായണം കേൾക്കാൻ വേണ്ടി അർദ്ധരാത്രി സ്വന്തം കിടപ്പറയിൽ നിന്നും എഴുന്നേറ്റ് വന്ന അബൂജഹൽ, റസൂലുള്ളാഹിന്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായിട്ട് കടന്നു വരുന്ന അബൂജഹൽ പോലും ആ പാരായണം കേൾക്കാൻ വേണ്ടി രാത്രി കട്ട് കേൾക്കാൻ വന്നതും, അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞു ഉത്ബ ബിൻ അബി റബിയ, ഉത്ബയുടെ മുമ്പിൽ ആ ഖുർആൻ പാരായണം ചെയ്ത സന്ദർഭത്തിൽ ആ ഖുർആന്റെ സ്വാധീനം കാരണം അദ്ദേഹം അവസാനം എഴുന്നേറ്റ് റസൂലുള്ളാഹിന്റെ വായ പൊത്തിയ ചരിത്രമെല്ലാം നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അത്രയേറെ ആ ഖുർആൻ അവരെ സ്വാധീനിച്ചിരുന്നു. കാരണം ആ ഖുർആന്റെ ഭാഷ അവരുടെ സംസാര ഭാഷയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിന്റെ ആ പാരായണത്തിൽ ആ അത്യധികം ശക്തമായിട്ടുള്ള ആ സൂറത്തിന്റെ ആശയ ഗാംഭീര്യത്തിൽ അവർ മുഴുകി അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോയ സന്ദർഭത്തിൽ അറിയാതെ അവിടെ ഉണ്ടായിരുന്ന അവിശ്വാസികളായിട്ടുള്ള ആളുകളും റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദിലേക്ക് വീണു എന്നുള്ള ആ സൂറത്ത് അല്ലെങ്കിൽ ആ ഖുർആന്റെ ശക്തി കാരണം അവരറിയാതെ അവർ സുജൂദ് ചെയ്തു പോയി എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രത്തിൽ ആ ഫിർഔന്റെ വലങ്കയായിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ആ മജീഷ്യന്മാർ
അവർ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലുള്ള ആ മുഅ്ജിസത്ത് കണ്ട സന്ദർഭത്തിൽ, ആ പാമ്പിനെ കണ്ട സന്ദർഭത്തിൽ അവർക്ക് മനസ്സിലായി ഇത് ഒറിജിനലാണ്. അത് ഉടനെ തന്നെ സൂറത്തുൽ അറാഫിന്റെ 120-ാമത്തെ വചനത്തിൽ ഉൽഖിയ സഹറത്തു സാജിദീൻ, അവര് സാഷ്ടാംഗം ചെയ്യുന്നവരായിട്ട് വീണുപോയി എന്നുള്ള ആ മുഅ്ജിസത്തിന്റെ മുന്നിൽ അവര് അറിയാണ്ട് അവർ സുജൂദിലേക്ക് വീണുപോയി എന്നുള്ള. കാരണം അവർക്കറിയായിരുന്നു അതല്ല, അത് മാജിക് അല്ല എന്ന്. അപ്പൊ ഇവിടെ ഖുറൈശികളുടെ ഭാഷ, ആ ഖുറൈശികൾക്ക് ആ ഭാഷ കൃത്യമായിട്ട് അറിയാം. അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന്റെ ശൈലി അതിലപ്പുറമാണ്. അതേപോലെ തന്നെ ആ സൂറത്ത് അത്രയധികം ശക്തമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ആ സൂറത്തിൽ മുഴുകി, റസൂലുള്ളാഹിന്റെ പാരായണത്തിൽ മുഴുകി, അവരറിയാതെ റസൂലുള്ളാഹിന്റെ കൂടെ സുജൂദിലേക്ക് വീണുപോയി എന്നുള്ള ഈ ഒരു സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. ആ സ്വഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസ് അദ്ദേഹം പറയാണ്, ഖറഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം ബി മക്ക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം മക്കയിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞു, പരസ്യമായിട്ട് കഅബാലയത്തിന്റെ സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തുൻ നജ്ം പാരായണം ചെയ്തു. ആ സന്ദർഭത്തിൽ ഫസജദ ഫീഹ, അത് ശ്രവിക്കപ്പെട്ട സർവ്വ ആളുകളും, വിശ്വാസി അവിശ്വാസി ഭേദമില്ലാതെ മുഴുവൻ ആളുകളും ഒന്നടങ്കം സുജൂദിലേക്ക് വീണു. ഗൈറ ഷെയ്ഖിൻ, ഒരു വൃദ്ധനൊഴികെ. ആ വൃദ്ധൻ ആരാണെന്ന് ഹദീസിന്റെ വിശദ ഷർഹിൽ കാണാൻ സാധിക്കും. ഉമയ്യ ഇബ്നു ഖലഫ്, അതല്ലെങ്കിൽ വലീദ് ഇബ്നു മുഗീറ, ഈ രണ്ടിലേതോ ഒരു വ്യക്തി ഒഴികെ മറ്റുള്ള ആളുകൾ ഒന്നടങ്കം സുജൂദിലേക്ക് വീണു. ആ വൃദ്ധനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം നിലത്തുനിന്ന് ഒരു പിടി മണ്ണെടുത്തുകൊണ്ട് അദ്ദേഹം നെറ്റിയിൽ തേച്ചുകൊണ്ട് പറഞ്ഞു, യക്ഫീനി ഹാദ, എനിക്കിത് മതിയാകും. മറ്റുള്ള ആളുകൾ മുഴുവൻ സുജൂദ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് സുജൂദ് ചെയ്യാനുള്ള മനസ്സില്ല. അദ്ദേഹത്തിന്റെ കിബർ നോക്കുക, ഒരല്പം മണ്ണെടുത്ത് നെറ്റിയിൽ തേച്ചിട്ട് പറയണം, എനിക്കിത് മതിയാകും. ഇതാണ് സ്വഹീഹുൽ ബുഖാരിയിൽ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ആ സംഭവത്തിന്റെ ശരിയായിട്ടുള്ള രൂപം.